പാകിസ്ഥാൻ വ്യോമസേനയുടെ വൻ സന്നാഹം സൗദിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത പ്രതിരോധ കരാറിന്റെ നടപ്പിലാക്കലാണ് ഈ സൈനിക നീക്കമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ സമാധാനം തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഇറാൻ നടത്തിയ 1.5 മാസത്തെ തുടർച്ചയായ ആക്രമണങ്ങൾ സൗദിയുടെ എണ്ണ ഉൽപ്പാദനത്തെയും വിതരണത്തെയും സാരമായി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചെയ്യുന്നു. ജലീൽ കണ്ണമംഗലം, ഇരു രാജ്യങ്ങളും തമ്മിലൊരു സൈനിക കരാറുണ്ട്. ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് മറ്റേ രാജ്യത്തെയും ആക്രമിച്ചതായി കണക്കാക്കുമെന്ന ധാരണയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം സൗദിയിൽ എത്താനുണ്ടാവുന്ന കാരണം എന്താണ്? ഈ പ്രത്യേകിച്ച് യുദ്ധം കൂടെ നടക്കുന്ന പശ്ചാത്തലത്തിൽ, പശ്ചാത്തലത്തിൽ സുഹേൽ, ഈ പാക് വ്യോമസേനയുടെ ഒരു വലിയ സംഘം ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് സൗദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കിങ് അബ്ദുൽ അസീസ് എയർബേസിലാണ് ഈ സൈന്യം എത്തിയിട്ടുള്ളത്. ഇതിൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളും മറ്റു സൈനിക വിമാനങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് നിലവിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി എന്തെങ്കിലും സൈനിക നടപടിക്കല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിന്റെ കൃത്യമായ നടപ്പിലാക്കലാണ് ഇത് എന്നാണ് വിശദീകരണം. രണ്ട് പ്രധാന കാര്യങ്ങളാണ് സൗദി പ്രതിരോധ മന്ത്രാലയം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഇരു സൈന്യങ്ങളും തമ്മിലുള്ള ഏകോപനം പരമാവധി വർദ്ധിപ്പിക്കുക. രണ്ട്, ഈ മേഖലയിൽ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സൈനികരുടെ പോരാട്ട വീര്യവും അതോടൊപ്പം തന്നെ ജാഗ്രതയും ഒക്കെ ഉറപ്പാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പുതിയ സൈനിക വിന്യാസത്തിന് പിന്നിലുണ്ട്. ചുരുക്കത്തിൽ പ്രതിരോധ മേഖലയിൽ സൗദിയുടെ ശക്തി തെളിയിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സമാധാനത്തിനും അന്താരാഷ്ട്ര തലത്തിലെ സുരക്ഷയ്ക്കും ഒക്കെ ഇത് വലിയ കരുത്ത് ഏകും എന്നാണ് കരുതുന്നത്. സ്വാഭാവികമായ ഒരു നടപടി മാത്രമാണെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. നിലവിൽ സൈനിക കരാറുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാനും സൗദിയും. ജലീൽ കണ്ണമംഗലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.